വയനാട് ഇനി നേരിടാൻ പോകുന്ന പ്രധാന പ്രതിസന്ധി പുനരധിവാസമാണ്. വീടും കുടിയും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടവർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഇവരെ ഇനി എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും? ഈ ദുരന്തമുണ്ടായ ഭൂമിയിൽ വീടുകൾ നിർമ്മിക്കാൻ സാധ്യമല്ല. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കണം. മുഖ്യമന്ത്രി അവിടെ എത്തി, 8 മന്ത്രിമാരോളം അവിടെ എത്തി, അവർ അവിടെ യോഗം ചേർന്നു. എന്നാൽ ഈ പുനരധിവാസം സംബന്ധിച്ച് പ്രാഥമികമായ യോഗം പോലും നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ കഴിയുന്ന ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും, ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്തായിരിക്കും എന്നൊക്കെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. ഇത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് ചർച്ച ചെയ്യാൻ ശ്രീ ഷോൺ ജോർജ് ആയിരുന്നു ചേരുന്നത്. സർ നമസ്കാരം. സർ, ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? അടിസ്ഥാനപരമായി ഈ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിലുള്ള നിയമങ്ങളുടെ പരിമിതി പലതും പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡ പ്രകാരമുള്ള പണം അത് കൈമാറുന്നതിന് പ്രത്യേകിച്ച് തടസ്സമുണ്ടാകില്ല, അത് പെട്ടെന്ന് തന്നെ കൈമാറും. പക്ഷെ ഇപ്പൊ അവിടെയുള്ള സാഹചര്യം കൈമാറുന്നതിൽ ഇത് സ്വീകരിക്കാൻ പല കുടുംബങ്ങളിലും ആളില്ലാത്ത അവസ്ഥയാണ്. ഒരു കുടുംബം മുഴുവനായിട്ടാണ് ഒലിച്ചു പോയിരിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ ആളുകൾ മരിച്ച സാഹചര്യമാണ്. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് വീടുകളുടെ നാശനഷ്ടമാണ്, റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചറുടെ നാശനഷ്ടമാണ്, അതുപോലെ തന്നെ കൃഷിഭൂമിക്കുണ്ടായ നാശനഷ്ടങ്ങളാണ്. ഇപ്പൊ ഇവിടെ വീട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അയാൾക്ക് വീടിന്റെ പുനർനിർമ്മാണത്തിനായി സർക്കാർ നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷെ അവിടെ നഷ്ടപ്പെട്ട പല വീടുകളും വലിയ വീടുകളാണ്. അതിന്റെ ഒരു കുഞ്ഞ് അതിന്റെ ഒരു ഷെഡ് പോലും പണിയാൻ കഴിയുന്ന തുകയല്ല അവിടെ നമുക്ക് കൈമാറാൻ കഴിയുന്നു. 2, ഇപ്പോൾ അവിടെ ആ പ്രദേശത്ത് വീണ്ടും പുനർനിർമ്മാണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ഈ ദുരന്തം ആവർത്തിപ്പിക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഉൾപ്പെടെയുള്ള അതൊക്കെ സർക്കാരിന്റെ കാലാകാലങ്ങളിൽ സർക്കാർ പദ്ധതികളിൽ സ്വാഭാവികമായി നടപ്പിലാക്കും. നിങ്ങളിവിടെ ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയാണ്, കൃഷിയായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ കൃഷി ഇടം ഒലിച്ചു പോയിരിക്കുന്നു, കൃഷിയിടം നശിച്ചിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ശരിക്കും ഏറ്റവും ആദ്യം പൊളിച്ചെഴുതപ്പെടേണ്ട നിയമം അത് തന്നെയാണ്. കൃഷിയിടം ഒലിച്ചു പോയാൽ അവിടെ പ്രത്യേകിച്ച് നഷ്ടപരിഹാരങ്ങളില്ല. നേരെ മറിച്ച് അവിടെ കൃഷി ചെയ്തിരുന്ന മരങ്ങൾ, ഇപ്പോൾ വാഴയാണെങ്കിലും റബ്ബറാണെങ്കിലും കവുങ്ങാണെങ്കിലും തെങ്ങാണെങ്കിലും നഷ്ടപ്പെടുന്ന ഓരോന്നിനും കൃത്യമായ ഇത്ര തുക വീതം കൊടുക്കും. അത് കൃഷിഭവൻ വഴി കണക്കെടുത്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ആ നഷ്ടം അപര്യാപ്തമാണ്. കാരണം പിന്നീട് അവർ ചെന്ന് അവിടെ കൃഷി ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ കൃഷി ചെയ്യാനില്ല, അവിടെ കല്ലുകൂട്ടം മാത്രമാണുള്ളത്. ഉരുൾപൊട്ടൽ മേഖല ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം കൂട്ടിക്കൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ സംഭവിച്ചതാണ്. ഈ ഉരുൾപൊട്ടലുണ്ടായി അവിടെ പോയിട്ടുള്ള കാർഷികമായ ഉൽപ്പന്നങ്ങൾക്കും അല്ല മരങ്ങൾക്കുമൊക്കെ നഷ്ടപരിഹാരം കിട്ടി. പക്ഷേ ഒരു വസ്തു പൂർണ്ണമായി ഒലിച്ചുപോയി കല്ലും കൂട്ടമായി മാറിയിടത്ത് ഈ കൃഷിയുടെ നഷ്ടം കിട്ടിയാൽ പോരാ, ആ വസ്തുക്കൾ നഷ്ടം കിട്ടണം. മാത്രമല്ല അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടും സ്വത്തും അത് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള പണം ആ നാടിനെയും നഗരത്തിനെയും അവിടുത്തെ ജനങ്ങളെയും അതേ രീതിയിൽ പുനരധിവസിപ്പിക്കുവാനുള്ള പണം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സർക്കാരിന്റെ പല തട്ടങ്ങളിലൂടെ കയറിയിറങ്ങി വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം വരുമ്പോൾ ഈ പണം ഒന്നും തികയാതെ വരും. യഥാർത്ഥത്തിൽ കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള മുഴുവൻ പണവും 2018 പ്രളയത്തിന് ശേഷം കയ്യിൽ കിട്ടിയിരുന്നു. പക്ഷെ അതെവിടെ പോയി എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനെ സംബന്ധിച്ച് എന്തുമാത്രം ആക്ഷേപങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, അടിസ്ഥാനപരമായി ദുരന്തങ്ങൾ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് സമഗ്രമായ പരിഹാരം ഉണ്ടാകണം. മാത്രമല്ല ദുരന്ത ബാധിതമായി പറയുന്ന 160ഓളം വില്ലേജുകൾ, ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വില്ലേജുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എല്ലാ വർഷവും സ്ഥിരമായി മാറുന്നത് സ്കൂളുകളിലേക്കാണ്, ഷെൽട്ടറുകളിലേക്ക്. ഇപ്പൊ ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ, എത്ര ദിവസം ഇവർ ഈ സ്കൂളിൽ കുട്ടികളും ഗർഭിണികളും കുഞ്ഞു കുട്ടികളുമൊക്കെ എത്ര ദിവസം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളായി താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ള സ്കൂളുകളിൽ ബെഞ്ചുകളിൽ ഇവർ കിടക്കും. കുറെ ദിവസം അവർക്ക് ബെഡ് കിട്ടും, വസ്ത്രങ്ങൾ കിട്ടും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എത്ര ദിവസം അവർ കഴിയും? അവിടെ ഇത്തരം മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായിച്ച് അവിടെ ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ചെന്ന് താമസിക്കാൻ കഴിയുന്ന ഷെൽട്ടറുകൾ നിർമ്മിക്കണം. അത് ഇവിടെ മാത്രമല്ല, ഇത്തരത്തിൽ
ഉരുൾപൊട്ടൽ സാധ്യതയുള്ള, പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയുന്ന, സുരക്ഷിത സ്ഥാനങ്ങളിൽ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയുന്ന ഷെൽട്ടറുകൾ നിർമ്മിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം. അത് ഫ്ലാറ്റ് മാതൃകയിൽ അവർക്ക് കിച്ചൺ സൗകര്യങ്ങളോടുകൂടി, അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോടുകൂടി, അവർക്ക് അവിടെ ആളുകൾക്ക് ചെന്ന് താമസിക്കാൻ മടിയില്ല. അവർ അല്ലാത്ത സമയങ്ങളിൽ, പ്രളയമില്ലാത്ത സമയങ്ങളിലൊക്കെ, ഇവിടെ മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ ഉടനീളം പ്രളയം ഇല്ലാത്ത സമയങ്ങളിൽ അവർക്ക് വീടുകളിൽ പോയി താമസിക്കാനും, റെഡ് അലർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് മടി കൂടാതെ അവരേക്ക് വന്ന് താമസിക്കാനും, കൂടാതെ ഇവരുടെ വളർത്തു മൃഗങ്ങൾ, അതിനും ഷെൽട്ടർ ആവശ്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൂട്ടിക്കല് പ്രളയമുണ്ടായ സമയത്ത് ഞാനും ഡെപ്യൂട്ടി കളക്ടറും ഡിവൈഎസ്പിയും പോലീസ് അംഗങ്ങളും ഉൾപ്പെടെ ഒരു ഉരുൾപൊട്ടലിന്റെ താഴെ നിൽക്കുമ്പോൾ മുകളില് തുരുതുര ഉരുൾപൊട്ടുകയാണ്, കൊടുങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ അവര് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, മുകളിൽ ഒരു വീട്ടില് ആളുണ്ട്, അവർ ഇതുവരെ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടില്ല, അവർ മാറാൻ തയ്യാറായിട്ടില്ല എന്ന്. അപ്പം അവരുടെ നമ്പറുണ്ട്, എന്നോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ, ഒരു ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ പറയുന്നത്, എൻ്റെ പശുവിനെ ഇട്ടിട്ട് ഞാൻ വരില്ല, കാരണം അവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആ പശുവാണ്. ആ പശുവിനെ ഇട്ടിട്ട് ഞാൻ വരില്ല. അപ്പോ ഇത്തരം കാർഷിക മലയോര മേഖലകളിൽ ആളുകളെ, ഇത്തരം റെഡ് അലർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്കൂളുകൾക്കപ്പുറത്തേക്ക് അതിനുവേണ്ടി സ്പെഷ്യൽ ഷെൽട്ടറുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാകണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടിമുടിയിലുണ്ടായി, കൂട്ടിക്കലുണ്ടായി, വയനാട്ടിലുണ്ടായി, മൂന്നാറിലുണ്ടായി. ഇത് ഓരോ പ്രദേശത്തും എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുകയാണ്. ഇത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായി വരുന്ന, എല്ലാ വർഷവും ഇത് 9, കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മുമ്പിലത്തെ വർഷമോ ഞാൻ ഓർക്കുന്നു, 9 ന്യൂനമർദ്ദം ഒരു മാസം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. ഇതൊന്നും ഒരു നാടിന് താങ്ങാൻ കഴിയുന്നല്ല. ഇത് നമ്മുടെ നിയന്ത്രണത്തിലേക്ക്, ഗ്ലോബൽ വാർമിങ്ങിന് നമ്മൾ തീരുമാനമെടുത്താൽ മാത്രം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമല്ല. അപ്പൊ 3 ഡിഗ്രിയോളം ചൂട് വർദ്ധിച്ചതിന്റെ ഫലമാണിത്. ഇത് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടും. അപ്പൊ ഈ അടുത്ത വർഷം ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിന്റെ കാഷ്വാലിറ്റി കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ 7000 അടി ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണും കല്ലും അതുപോലെ മരങ്ങളും എല്ലാം കുത്തിയൊലിച്ച് താഴേക്ക് എത്തുന്നത്. സാധാരണഗതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ 1 കിലോമീറ്റർ മുതൽ 1.5 കിലോമീറ്റർ ദൂരം വരെ ഈ ചെളിയും മണ്ണും കല്ലും ഒക്കെ ഒഴുകിയെത്താം. പക്ഷേ ഇവിടെ സംഭവിച്ചത് 6 കിലോമീറ്റർ മുതൽ 7.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ അതേ ശക്തിയോട് ഒഴുകി വന്നു. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ പോലും, ഇപ്പം കാണാതായവരുടെ കൂടെ പറയുകയാണെങ്കിൽ ഏതാണ്ട് 400 മുകളിലേക്കൊക്കെ പോകാം ഈ മരണസംഖ്യ. ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പേടിയിൽ നിൽക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ആക്റ്റീവായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല. ഇപ്പം ഞാനാണ് ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ എനിക്ക് പരുങ്ങാം, അല്ലെങ്കിൽ പേടിക്കാം, പരിഭ്രാന്തരാകാം. പക്ഷേ സംസ്ഥാന സർക്കാർ അതല്ല ചെയ്യേണ്ടിയിരുന്നത്. സമയോചിതമായി കൃത്യമായി ഇടപെട്ട് പ്രവർത്തിക്കുക. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇവർക്കെല്ലാം കൂടെ ഒരുമിച്ചൊരു ഷെൽട്ടർ, അത് എവിടെ നിർമ്മിക്കാം, ഏത് സ്ഥലത്ത് നിർമ്മിക്കാം, സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇവരുടെ ഈ ഉപജീവന മാർഗ്ഗമുണ്ട്. ഇപ്പം പശുവിനെ വളർത്തൽ, മാട് വളർത്തൽ, മറ്റ് കൃഷി, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. അപ്പം ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരെ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റി പാർപ്പിക്കാനും കഴിയില്ല. അപ്പോൾ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണം? ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊന്നും ഷോൺ ജോർജ് ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഈ ഷെൽട്ടറുകൾ നിർമ്മിക്കണമെന്നുള്ളത് 2018 പ്രളയത്തിന് ശേഷം ഗവൺമെന്റിന് മുമ്പിലിരിക്കുന്ന പ്രപ്പോസലാണ്. അതുപോലെ ഈ വന്യമൃഗങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നുള്ളത്, അവർക്ക് ഇവര് മാറുമ്പോൾ ആ കൂടെ വന്യമൃഗങ്ങൾക്കുള്ള ഷെൽട്ടർ പണിയണമെന്നുള്ളത് ഷോൺ ജോർജ് പറഞ്ഞ പ്രപ്പോസലല്ല. ഇതൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ആധികാരികമായി പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഒക്കെ അധികാരിപ്പെട്ട ആളുകൾ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ആ സർക്കാരിന്റെ മേശപ്പുറത്ത് ഇരുന്ന് ഉറങ്ങുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ആവർത്തിപ്പിക്കപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, 7 കിലോമീറ്റർ മുകളിൽ നിന്ന് ഇത് വന്നു. അപ്പോൾ അത്രയും മുകളിൽ നിന്ന് ഇത്ര വന്ന് 7 കിലോമീറ്ററോളം മണ്ണും ചെളിയും എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് 200 മില്ലിമീറ്റർ പകല് മഴ പെയ്തു. അതിനുശേഷം വീണ്ടും 200 കൂടെ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏറെക്കുറെ 300 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാണ് ആ പ്രദേശത്ത് വന്നത്. അത് അവിടെയെന്നല്ല, എവിടെയും. ഇപ്പൊ മൂന്നാറിലാകട്ടെ, എൻ്റെ നാട്ടിലാകട്ടെ, പൂഞ്ഞാറിലാകട്ടെ, കൂട്ടിക്കലാകട്ടെ, അതിപ്പോ റാന്നിയിലാകട്ടെ, ഗവി പ്രദേശത്താകട്ടെ, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാകട്ടെ, ഇവിടെ എല്ലാം ഈ മഴ എവിടെ സംഭവിക്കുന്നു അവിടെ എല്ലാം ഇത് സംഭവിക്കും. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? കൃത്യമായ അലർട്ട് ഉണ്ടാകും. ഈ അലർട്ട് വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ പ്രദേശത്ത് തന്നെ, സ്ഥലം ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പലപ്പോഴും റെഡ് അലർട്ട് വന്നു കഴിയുമ്പോൾ ആളുകളെ ഇൻഫോം ചെയ്യുമ്പോൾ ആളുകൾ മാറാൻ തയ്യാറില്ല. കാരണം ഈ സ്കൂളിൽ പോയി ഈ പെണ്ണുങ്ങൾ സ്ത്രീകളെയും കുട്ടികളുമായി ഈ സ്കൂളിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല.
കാരണം ഇവര് എങ്ങനെയും സ്വന്തം വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന്റെ കാര്യം ആ സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യം എന്താണ്? അതിന് സ്ഥിരം സംവിധാനം ഉണ്ടാകണം. ഇത്തരത്തിൽ അലേർട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ ആളുകൾക്ക് ധൈര്യമായി, സ്വസ്ഥമായി, സേഫായി ഒരുമിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുമിച്ച് ചെന്ന് താമസിക്കാൻ നല്ല സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമുണ്ടാകണം. അത് ഞാൻ പറയട്ടെ, അതിനെ ഈ ജില്ല വിട്ടൊന്നും ഇവരെ കൊണ്ടുപോകണ്ട. ഞാൻ പറയുന്നത് ഇപ്പോഴും അറിയാം, ആ വയനാട്ടിൽ തന്നെ ഇപ്പൊ ദുരന്തമുണ്ടായ മേഖലയിൽ തന്നെ ഒരു കിലോമീറ്റർ അങ്ങോട്ടും മാറിയാൽ ഒരു ഉരുളും ഉപദ്രവിക്കാനാത്ത സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിന് ലാൻഡ് അക്വസിഷൻ ഒന്നും വലിയ തടസ്സങ്ങളൊന്നുമില്ല. നമുക്കിപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഞങ്ങളുടെ മേഖലയിലൊക്കെ എത്രമാത്രം എസ്റ്റേറ്റുകൾ കിടപ്പുണ്ട്. എസ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ സുന്ദരമായി നമുക്ക് ഷെൽട്ടറുകൾ പണിയാൻ കഴിയും. ഇത് എല്ലാ പഞ്ചായത്തിലൊന്നും വേണ്ട, എല്ലാ ബ്ലോക്കിലും ഷെൽട്ടറുകൾ ഉണ്ടാകണം. അപ്പൊ എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ധൈര്യമായിട്ട് ഉദ്യോഗസ്ഥർക്കും ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കും ധൈര്യമായിട്ട് നിങ്ങൾ മാറ് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഇത് മാറാൻ പറയുമ്പോൾ അവിടെ അതില്ല ഇതില്ല, അവിടെ കുറവുകളൊക്കെ 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും. പക്ഷെ ഈ 3-4 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് മുമ്പ് ഞങ്ങൾ പലപ്പോഴും പറിച്ചിരിക്കും. മാറാൻ പറയാൻ നമുക്ക് കഴിയുന്നില്ല. നിർബന്ധമായും കേരളത്തില് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണം അതോറിറ്റിയും മറ്റ് ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ അത് കൃത്യമായി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇനി ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് എല്ലാ വർഷവും കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് അവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്തായിരിക്കാം. അപ്പോ ഇതിന് നമ്മൾ ഇനി കാഷ്വാലിറ്റി കുറയ്ക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതിന് ഏറ്റവും നല്ല പരിഹാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. 450ഓളം വീടുകളാണ്, അതായത് വീടുകൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഈ ഉരുൾപൊട്ടൽ. ഇതാണ് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക്. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, വീടുകൾ മാത്രം 540 ഉണ്ട്. അതിൽ തന്നെ 10-50 വീടുകൾ മാത്രമാണ് ഇനി അവിടെ ശേഷിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വീടുകൾ മാത്രം പോയി. അപ്പോൾ എത്ര കടകൾ പോയി, ആരാധനാലയങ്ങൾ പോയി. അപ്പം നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതല്ല. അപ്പോൾ കൃത്യമായ ഒരു കണക്കെടുത്ത് അതിനനുസരിച്ച് ഒരു നഷ്ടപരിഹാരം ഇവർക്ക് കിട്ടണം. ഇപ്പോൾ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീട് ഒരു 2 നില വീടാണ്. ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ 2 നില വീട് പൂർണ്ണമായിട്ടും തകർന്നു വന്ന് ഈ മുമ്പിലുള്ള വീടിനെ തകർത്ത് കളഞ്ഞു. അങ്ങനെ എത്ര വലിയ വീടുകളുണ്ടാവും? ഇവരുടെ കയ്യിൽ ഇനി ഒരു രേഖകളില്ല, റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, മറ്റൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് വേണ്ടേ സർക്കാർ കൃത്യമായ ഒരു മാർഗ്ഗരേഖയുമായി ഇനി മുന്നോട്ട് പോകാൻ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. ഇപ്പൊ ഒരു വീട് വെക്കാൻ സർക്കാരിന് പരമാവധി കൊടുക്കാൻ കഴിയുന്ന നിലവിലുള്ള നിയമപ്രകാരം 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷം രൂപയെ കൊണ്ട് പൊളിഞ്ഞു വീണ 2 നില വീടിന്റെ പില്ലർ പണിയാൻ പോലും പറ്റില്ല. പക്ഷെ എന്നാൽ ആ 1 കോടി രൂപയുടെ വീടുണ്ടോ, ആ 1 കോടി രൂപ കൊടുക്കാൻ സർക്കാർ പറ്റുമോ? പറ്റില്ല. സർക്കാർ അങ്ങനെ ഒരു മാനദണ്ഡം സൃഷ്ടിക്കാൻ സർക്കാരിന് പറ്റില്ല. അപ്പോ അതുകൊണ്ട് അവർക്കെല്ലാം മാന്യമായി അവർ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന സാഹചര്യത്തെ എങ്ങനെയാണോ നമുക്കറിയാം. ഇതിന് വളരെ എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ലാൻഡ് അക്വയർ ചെയ്യാം. ഇപ്പൊ ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പദ്ധതി മുഖ്യമന്ത്രി നമ്മുടെ ആംസ്റ്റർഡാമിൽ പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്ന് അനൗൺസ് ചെയ്തായിരുന്നു. ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതിയില് പുഴയ്ക്ക് ഒഴുകാൻ സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്ഥലം എന്ത് ചെയ്യണം? ആ സ്ഥലം കൃത്യമായ സ്ഥലങ്ങളിൽ പുഴയ്ക്ക് ഒഴുകാൻ സ്ഥലമില്ലെങ്കിൽ അവിടെ വീടുകളും മറ്റു വസ്തുക്കളും ഉണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്ത് പുഴയാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോ ഇപ്പൊ ഇവിടെ ചെയ്യാവുന്ന വരെ എന്താണ് ലാൻഡ് അക്വസിയേഷൻ സർക്കാരിന് ഇതിന് പണം കൊടുക്കാൻ കഴിയും. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ സർക്കാർ ഈ വസ്തു ഏറ്റെടുക്കണം. ഈ കൃഷി നശിച്ചു പോയ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ വീട് പോയ മേഖലകളിൽ ലാൻഡ് അക്വസിയേഷനിൽ സർക്കാർ നൽകുന്ന പണം അത് അവർക്ക് എന്താണ് നശിപ്പിക്കപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത് ആ പണം ലഭിക്കും. ആ ലാൻഡ് അക്വസിയേഷൻ മാതൃകയിൽ അതിന് എന്തു പണം നൽകുമോ ആ പണം ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇവർക്ക് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരമാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രഹസനമായി മാറാനേ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ കൈകോർക്കണം. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുണ്ട് സഹായിക്കാനായിട്ട്, വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു വരുന്നവർ, അവരുമായി സഹകരിക്കണം. അപ്പോൾ ഇവരുമായിട്ടെല്ലാം ചേർന്ന് യോജിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോഴേ സർക്കാർ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടും. കാരണം അവിടുത്തെ ശൗചാലയ സൗകര്യങ്ങളൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായി മാറും. പിന്നെ അവിടെ താമസിക്കാനുള്ളതൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം ഈ ഒരു യോജിപ്പിലേക്ക് പോകാൻ ഇനി എത്ര താമസമാണ് സർക്കാരിന് മുമ്പിലുള്ളത്? അല്ല, ഇപ്പൊ ഇതിന്റെ വിവിധ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ
ഈ മുൻഗണന എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും ജീവനോടെ ആളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു ഇന്ത്യൻ ആർമിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവസാനിച്ചതിന് ശേഷമേ ഇത്തരം ചർച്ചകളിലേക്ക് പോകാൻ പോലും നമുക്ക് പോലും അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അത് ശരിയാണ്. പക്ഷേ ഞാൻ ഈ ചോദിക്കുന്നത് കാരണം ഈ അവിടെ ഉള്ളവരുടെ ആശങ്ക ഒന്ന് പരിഹരിക്കണ്ടേ? ഞങ്ങൾക്ക് എന്താണ് ഉപജീവനത്തിലുള്ളൊരു മാർഗ്ഗം, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ സഹായം ചെയ്യാം എന്നൊരു ഔദ്യോഗികമായൊരു ഡിക്ലറേഷൻ അത് വേണ്ടേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? അല്ല, 100%. അവിടെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവനും സ്വത്തിനും ഞങ്ങൾ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് സർക്കാർ നൽകിയേ പറ്റൂ. അത് നിർബന്ധമായും സർക്കാർ ചെയ്യേണ്ടതാണ്. അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇപ്പോൾ ഓൾറെഡി തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പുനരധിവാസമായിരിക്കും സർക്കാരിന് മുന്നിൽ ഒരു വലിയ കീറാമുട്ടിയായി സംഭവിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വിശദമായിട്ട് കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.